ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളരെ നല്ല രീതിയിൽ ഒരു ലൈവ് പൊക്കോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഒരു അവർണ സ്ത്രീ എന്നെ വിളിച്ചത്. നമ്മുടെ ശ്രീജ നെയ്യാറ്റിൻകര എന്നെ വിളിച്ചിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്തു. ശരിക്കും ഈ സ്ത്രീകൾക്കൊക്കെ എന്തിന്റെ കേസാണ്, എന്തിന്റെ കേടാണ് ഈ സ്ത്രീകൾക്കൊക്കെ? ഇവരൊന്നും ശരിയല്ല. ഇവരൊക്കെ ഭയങ്കര ഡിസ്റ്റർബാ. നമ്മളെ പോലുള്ള സ്ത്രീകൾ, കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ അപമാനിക്കാനായിട്ടും അവഹേളിക്കാനായിട്ടും ഒക്കെ ഇരിക്കുന്ന ഇത്രയും നാളെ എവിടെയായിരുന്നു? ഇത്രയും നാളെ ഞങ്ങളൊന്നും കണ്ടിരുന്നില്ലേ? എന്താ ഇത്രയും നാള് കാണാത്തെ? കുറെ മാധ്യമപ്രവർത്തകർ വന്നിയോ, പിന്നെ നിന്റെയൊക്കെ സർട്ടിഫിക്കറ്റിലാണല്ലോ ഞാൻ എന്റെ ജീവിതം കൊണ്ട് പൊക്കോണ്ടിരിക്കുന്നത്, പിന്നെ നീയൊക്കെ ചെലവിന് എന്നിട്ടാണല്ലോ ഞാൻ ജീവിക്കുന്നത്. ഓ, ഒരു RLV വേണ്ടി വന്നോ? ഒരു RLV രാമകൃഷ്ണൻ വേണ്ടി വന്നോ? അസത്യഭാമേന ഈ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? ഞാൻ എത്ര വർഷമായി ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയോ? എന്തുകൊണ്ടാ നിങ്ങൾ ഇപ്പം മാത്രം കയറി വന്നത്? എന്താ നിങ്ങള് ഈ അവാർഡുകളൊക്കെ കൊടുക്കുമ്പോ നിങ്ങൾ ആളുകളെ നോക്കിയും കണ്ടിട്ടൊക്കെ അല്ലേ കൊടുക്കുന്നേ? നിങ്ങൾ എന്താ അവാർഡുകൾ തരാത്തത്? ഞാൻ ആരായിരുന്നെന്നറിയാവോ? ഞാൻ ആയ കാലത്തെ എന്റെ സൗന്ദര്യം നിങ്ങൾ കാണുമായിരുന്നു. ഈ 65 വയസ്സിലും എനിക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലേ എനിക്ക് ഇതിനെക്കാട്ടിലും വലിയ രീതിയിൽ ഇരിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? നീയൊന്നും പറയുന്നതൊന്നും അല്ല. നീയൊക്കെ പറയുന്നത് കേട്ടിട്ട് വേണം ഞാൻ ജീവിക്കാൻ. നീയൊക്കെ ചെലവിന് എന്നിട്ട് വേണം ഞാൻ ജീവിക്കാൻ. നീയൊക്കെ ആരാണ് ഈ വന്ന് എന്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ? ഞാനൊരു സവർണ സ്ത്രീയാണ്. ഞാന് ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടിരിക്കുന്നത്. ഞാൻ എന്റെ വീട്ടിൽ കൊട്ടാരത്തിൽ കഴിയുന്ന പോലെയാണ് ഇരിക്കുന്നത്. ചെയറിലൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആടും. അറിയോ? എന്റെ ചെയർ കണ്ടോ? എനിക്കിങ്ങനെ ആടാനൊക്കെ പറ്റുന്ന ചെയറാ എന്റത്. അല്ല പിന്നെ കുറച്ച് നാളായി ഞാനിങ്ങനെ വരണമെന്ന് പറഞ്ഞിരിക്കുന്നു. അറിയോ? അതെ, കലാമണ്ഡലത്തിൽ പഠിക്കാത്ത ഒരൊറ്റ മനുഷ്യരും കലാകാരല്ല. അതറിയോ നിനക്കൊക്കെ? നീയൊക്കെ ആരാന്നാ നിന്റെയൊക്കെ വിചാരം? ഈ കലാമണ്ഡലത്തിൽ പഠിക്കാത്ത ഒരൊറ്റ ഒന്നുപോലും കലാകാരല്ല. വീണ്ടും പറയാണ്. സർട്ടിഫിക്കറ്റ് എവിടെ? കലാമണ്ഡലത്തിലെ സർട്ടിഫിക്കറ്റ് എവിടെ? കലാമണ്ഡല അസത്യഭാമ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു കലാകാരി. മനസ്സിലായോ? കലാമണ്ഡല അസത്യഭാമേന വെല്ലുന്ന ഒരു കലാകാരി ഈ സമൂഹത്തിൽ ഇല്ല. ഉടലെടുത്തിട്ടില്ല. നടക്കൂല. കലാമണ്ഡല അസത്യഭാമ അങ്ങനെയാണ്. എന്താണ്? അത് പറ്റില്ല. നിങ്ങളൊക്കെ പഠിക്കാതെ, അസത്യഭാമ പഠിച്ച കലാമണ്ഡലത്തിൽ പഠിക്കാതെ ഇവിടെ വന്നിരുന്ന് നിങ്ങൾ ആരും എഴുന്നള്ളിക്കേണ്ട ഒന്നും. കേട്ടോ? മാധ്യമ പ്രവർത്തകർ ഇറങ്ങി പൊക്കോളോ. ഒരൊറ്റ അണവനവിടെ അടുപ്പിച്ചല്ല. എന്റെ കയ്യിലേണ്ട ശൂലം. ഞാൻ കുത്തി കീറുകളയും കേട്ടല്ല. എന്റെ സ്വഭാവം അറിഞ്ഞൂടാത്തോണ്ടാ വന്നേക്കുന്ന. ഈ 65-ാമത്തെ വയസ്സിലെന്താ ഈ സൗന്ദര്യം വടിഞ്ഞൊഴുകുന്നുണ്ടെങ്കിലേ, ഈ 65-ാമത്തെ വയസ്സിൽ ഈ സൗന്ദര്യം വടിഞ്ഞൊഴുകുന്നുണ്ടെങ്കിലേ അതാരെന്ന് വിചാരിച്ചിട്ടാ നീയൊക്കെ? ഈ അസത്യഭാമേനെ പറ്റിയിട്ട് എന്താ കരുതിയത്? അസത്യഭാമേനെ പറ്റിയിട്ട്? ഇല്ല, ഞാൻ മാറില്ല. എനിക്ക് നിങ്ങൾ ഇനി എന്തെടുത്ത് തന്നാലും കിരീടവും ചെങ്കോലും വെച്ച് എന്നെ വാഴിക്കാതെ ഞാൻ ഇവിടുത്തെ പിരിഞ്ഞു പോകില്ല. മനസ്സിലായോ? ഞാൻ കോലോത്ത തമ്പുരാട്ടി. കണ്ടോ? ഇത് കണ്ടോ? ഇത് ഞാൻ കോലോത്ത തമ്പുരാട്ടിയാ. എന്നെ അപമാനിക്കാൻ വന്നാലുണ്ടല്ലോ ഓരോന്നിനും ഞാൻ ഇല്ലാതെ കളയും. കേട്ടാ? ഇങ്ങോട്ട് വന്നോട് ഒരൊറ്റ എണ്ണം വലിച്ചു കീർക്കളയും. സൗന്ദര്യത്തിന്റെ മാനദണ്ഡം പറയൂ. ഇറങ്ങി പൊക്കോളാം. വൃത്തികെട്ട സ്ത്രീകളെ ഇവിടെ വന്നു പോകരുത്. അസത്യഭാമയുടെ അടുത്ത് ചോദ്യം ചോദിക്കാൻ ആരാണ് ശ്രീലക്ഷ്മി അരക്കൽ? സൗന്ദര്യത്തിന്റെ മാനദണ്ഡോ? തണ്ട വട്ടപ്പൊട്ട്, തണ്ട 2 മൂക്കുത്തി. ഇവിടെ ഒരു തുടങ്ങലുണ്ടായിരുന്നതാ, കളഞ്ഞു പോയോണ്ടാ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കാണിച്ചു തരുന്ന ഇത്. പിന്നെ തണ്ട ഈ കുത്ത്. പിന്നെ ചുണ്ടിൽ നന്നായിട്ട് ലിപ്സ്റ്റിക് തേക്കണം. കണ്ണിൽ നല്ല വരച്ച് കരി എഴുതണം. കണ്ടോ? ഇതാണ് സൗന്ദര്യത്തിന്റെ മാനദണ്ഡം. കേട്ടോ?
ഇവിടെ സൗന്ദര്യം വെച്ചോണ്ട് ആരെങ്കിലും ഇവിടെ കിടന്ന് കളിച്ചോണ്ടല്ല കാലം വരെ തറയിലടിക്കും ഞാന്. അസത്യഭാമയുടെ അടുത്താണോ നൃത്തത്തെ പറ്റിയിട്ട് പറയുന്നത് ഓരോരുത്തരും? അസത്യഭാമ ആരാണെന്ന് അറിയാവോ? ഒരു RLV രാമകൃഷ്ണൻ വേണ്ടി വന്നില്ലേ അസത്യഭാമേനെ തിരിച്ചറിയിക്കാനായിട്ട്? അസത്യഭാമയുടെ തനിക്കോണം പണ്ട് മുതലേ അസത്യഭാമ ഇങ്ങനെ തന്നെയായിരുന്നു. വരുന്ന കുട്ടികളെ, പാരന്റ്സിന്, അയൽവക്കത്തുള്ളവരെയൊക്കെ വർണ്ണവിവേചനം നടത്തിയും ഇതുപോലെ ജാതി അധിക്ഷേപം നടത്തിയും ഇതുപോലെ കറുപ്പിനെ കുറ്റം പറഞ്ഞും ഒക്കെ തന്നെയായിരുന്നു അസത്യഭാമ വളർന്നത്. അസത്യഭാമ വളർന്ന് ഇപ്പൊ പന്തലിച്ച് നിൽക്കുന്നത് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ആളുകളെ, അതായത് ന്യൂനപക്ഷ മനുഷ്യരെയൊക്കെ അപരാധിച്ചും അവഹേളിച്ചും ഒക്കെ തന്നെയാണ്. കലാമണ്ഡലത്തിൽ എന്റെ ഡിഗ്രി എന്താണെന്ന് അറിയോ? കലാമണ്ഡലത്തിൽ എന്റെ ഡിഗ്രി എന്താണെന്ന് അറിയോ? എന്റെ കലാമണ്ഡലത്തിലെ ഡിഗ്രി ഇങ്ങനെ ഈ പറഞ്ഞ വർണ്ണവിവേചനം നടത്തുന്ന പരിപാടിയാണ് എന്റെ ഡിഗ്രി. അറിയോ സത്യഭാമേനെ പറ്റിയിട്ട് വല്ലതും? 10-65 വയസ്സായി. എന്റെ സൗന്ദര്യം വടിഞ്ഞ് ഒഴുകുന്നത് കണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞാന് എന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ ആരെക്കൊണ്ടെങ്കിലും പറ്റുമെന്ന് നോക്കട്ടെ. ഞാനൊരു അവർണ സ്ത്രീയെ വിളിക്കാൻ പോവാ. ഇവരെ ഞാൻ എന്താ പറയണ്ടെന്ന് ഞാൻ ഒരു സ്ത്രീയെ വിളിക്കട്ടെ. അവര് ശരിയാവില്ല. അവരോട് എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. എന്നെ സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് കുറെ സ്ത്രീകൾ ഇവിടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. കുറെ പെണ്ണുങ്ങൾ എന്താ വിചാരിച്ച എന്നെ പറ്റിയിട്ട്? എന്റെ കയ്യിലുണ്ട് ഷൂല് ഞാൻ കുത്തി കീറിക്കളയും കേട്ടല്ല. കുത്തി കീറും ഞാൻ കുത്തി കീറിക്കളയും ഞാന്. എന്താണ് നിങ്ങൾ ആരെ പഠിപ്പിക്കാനാ വന്നത്? സ്ത്രീയെ എന്തോ സ്ത്രീയെ കാണിക്കുന്നത്? ആണോ ഇല്ലേ? എനിക്കോ? എന്റെ നാട്ടിൽ എന്താ കുഴപ്പം? നിങ്ങളെ പോലുള്ള കറുത്ത സ്ത്രീകൾ വന്നാണ് എന്നെ ചോദ്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ വായിന്ന് തീട്ടമാണോ വരുന്നത്? നിങ്ങൾ ആരാണ്? ഞാൻ തൂരി എറിയും ഞാൻ കേട്ടോ. എന്റെ സ്വഭാവം കറക്റ്റാത്തോണ്ട് അതങ്ങനെ കയ്യിലുണ്ടോ? ആവശ്യമില്ല. നിങ്ങളുടെ വായിന്ന് വരുന്നത് അത് തന്നെയാ. നിങ്ങൾക്ക് സ്ത്രീയാ നിങ്ങളൊക്കെ മാറുന്നു. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ? ഇവിടുന്ന് പോ, ഇറങ്ങി എന്റെ കുടുംബത്തിൽ ഇറങ്ങി പൊക്കോ. എന്നോട് ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നോ? ഇറങ്ങി പൊക്കോന്നല്ലാട്ടോ ഇവിടുന്ന്. എന്റെ കയ്യില് ശൂലുണ്ടോ? ഇതുപോലത്തെ ശൂലുണ്ടോ കയ്യില്? എന്റെ ശൂലില്ല. എന്റെ വേറെ ഉപകരണങ്ങളെ ഉള്ളൂ. ഏത് സമയത്താണോ എന്തോ എനിക്ക് വിളിക്കാൻ തോന്നിയത്. ഒരു അസമ്മതം മാത്രം പറയുന്ന ഒരു സ്ത്രീ. 10-65 വയസ്സായി. എന്റെ സൗന്ദര്യം വേണ്ടാ? വടിഞ്ഞൊഴുകുന്നുണ്ടാ എന്റെ സൗന്ദര്യം? കണ്ടോ? നിങ്ങൾക്ക് സൗന്ദര്യം, നിങ്ങൾ കുറെ പൊട്ടിയിട്ടോണ്ട് സൗന്ദര്യം ആവൂല. നിങ്ങളുടെ വായിന്ന് വരുന്നത് മൊത്തം തീട്ടം, മലം. ഇത് പൊട്ടിയല്ല. എന്തിനാണെന്നറിയോ? ഒറിജിനൽ സൗന്ദര്യം. ഒറിജിനല് അല്ലാതെ കാക്ക കൂട്ടത്തിന്റെ ഇടയിലുള്ളതല്ല. മനസ്സിലായ? മേലാല് എന്നെ അപമാനിക്കാൻ ആരെങ്കിലും വന്നാൽ നിങ്ങളെ അപമാനിക്കാൻ ആരും വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ തന്നെ കുഴി. സാരി എത്ര രൂപയാണെന്നറിയാവോ? എന്റെ സാരി 15,000. ഇത്ര രൂപയുള്ള സാരി ഉടുക്കാനുള്ള കൽപ്പ ആരെങ്കിലും കലാമണ്ഡല അസത്യഭാമമാർക്കുണ്ടോ? ഞാനല്ലാതെ ആർക്കെങ്കിലും സാധിക്കുവോ? നിങ്ങളുടെ സാരി എത്ര നമുക്കെന്താ? നിങ്ങൾ എന്തെങ്കിലും കാണിക്കും. ഇനി വായി തോന്നുന്ന വൃത്തികളെ വിളിച്ചു പറയുന്നതിനാ? നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഉണ്ടോ? ഓ, എന്റെ കയ്യിൽ ഇരിപ്പുണ്ടോരണ്ട. ഞാൻ ഇപ്പൊ കാണിച്ചു തരാമേ. നില്ലേ, ഞാൻ ഒറ്റൊരു മിനിറ്റ്
ഒരെണ്ണം ഉണ്ടായിരുന്നു കയ്യില്. അയ്യോ, ഇത് അങ്ങനെ എടുത്തോണ്ട് വരാൻ പറ്റുന്ന സാധനമല്ല സത്യഭാമേ. ഇത് എന്റെ കയ്യിലെ ഡോക്ടറേറ്റാ. ഇതല്ല പഠിച്ചു കഴിഞ്ഞ് ഡോക്ടറേറ്റ് ഉണ്ടോ നിങ്ങളുടെ കയ്യിലെന്ന്? നിന്നെ ബോധിപ്പിക്കണോ? നീ ആരടി? നീ ആര്? ബോധിപ്പിക്കണോ? ഞാൻ നിന്റെ തന്ത. 65 വർഷമായി, 65 വർഷം. അറിയാവോ? നീ എന്റെ തന്തല പറയുന്നു. എന്റെ സർട്ടിഫിക്കറ്റ് അത് ഞങ്ങൾ എന്ത് വേണം? നിന്റെ എന്ത് സർട്ടിഫിക്കറ്റ് ആയി ഉള്ളത്? പറ, നിന്റെ ഉള്ള സർട്ടിഫിക്കറ്റ് പറയടി. നിന്റെ എന്ത് സർട്ടിഫിക്കറ്റ്? പല സർട്ടിഫിക്കറ്റാണ്. ഞാൻ നിങ്ങളോട് പറയാനല്ല, പക്ഷെ നിങ്ങൾ ഒരാൾക്കെതിരെ പറഞ്ഞല്ലോ, അയാളുടെ ഈ പല സർട്ടിഫിക്കറ്റും ഉണ്ട്. അതേപോലെ എന്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുള്ളത്? MA സർട്ടിഫിക്കറ്റ് ഉണ്ട്, നെറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, PhD സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുള്ളത്. RLB ചെയ്ത പരിപാടി എന്തിനാണെന്ന് അറിയാവോ നിനക്ക്? പണ്ട് എന്നെ കലാമണ്ഡലത്തിൽ നിന്ന് അവൻ പുറത്താക്കി. അവനൊരു അവർണനായിട്ട് അവൻ എന്നെ പുറത്താക്കി. അവൻ ആരാണ് എന്നെ പുറത്താക്കാൻ? അവൻ എന്നെ പുറത്താക്കി. അതിന്റെ കലിപ്പാണ് എനിക്ക് എല്ലാ കറുത്ത മനുഷ്യരോട് യവൻ ഒരൊറ്റ കാരണമുള്ള കലിപ്പാണ്. യവനാണല്ലേ? യവൻ എന്തിനാ ഡാൻസ് ചെയ്യണത്? യവൻ എന്തിനാ ഡാൻസ് ചെയ്യണത്? നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് മാത്രം ഡാൻസ് പറ്റത്തുള്ളൂ. അവന് മര്യാദയ്ക്ക് അവന് ഡാൻസ് ചെയ്യാൻ അറിഞ്ഞൂടല്ലോ. അവൻ മോഹിനിയാട്ടം എങ്ങനെ കളിക്കും? അവൻ ഒരു പുരുഷനാണ്. അവൻ എങ്ങനെ മോഹിനിയാട്ടം കളിക്കും? അവൻ കാലം കൊണ്ടാണല്ലോ കളിക്കുന്നേ, അല്ല വേറെ ഒന്നും വെച്ചല്ലോ കളിക്കുന്നേ. കലാമണ്ഡലത്തിൽ നിന്ന് പുറത്താക്കി. അവന്റെ കയ്യിലാണോ ഹോൾട്ട്? എന്റെ കയ്യിലാണ്. അപ്പം അവന്റെ കലാമണ്ഡലത്തിൽ നിന്ന് ഈ തീട്ടവർത്താൻ അത് നിർത്ത്. അപ്പൊ നിങ്ങളെ ആരും പുറത്താക്കൂല. നിങ്ങളുടെ വായിൽ മൊഴി ഒരു വേദിയിൽ എന്റെ കൂടെ ഡാൻസ് കളിക്കാൻ പറയാൻ ആരാണ് ഏറ്റവും നല്ല കലാകാരി കാണാൻ ധൈര്യമുണ്ടോ? ഡാൻസ് ഒന്നും കളിക്കൂല. നിങ്ങൾ പോയി RLB രാമകൃഷ്ണനോട് ഡാൻസ് കളിക്ക്. ശൂലം വെച്ച് ഞാൻ തന്നെ വെല്ലുവിളിക്കുന്നു. ഞാൻ അവനെ വെല്ലുവിളിക്കും. നിങ്ങൾ ധൈര്യം അയാളോട് പോയി ഡാൻസ് കളിച്ച് കളിക്കുക. അല്ലാതെ ഈ ചുമ്മാ കിടന്ന് വായിനെ തീട്ടവസ്ഥാനം കൊണ്ട് വന്നേക്കുന്നു. നിങ്ങൾ അടുത്ത ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കട്ടെ. BJP ഒരു ഓഫർ തരുക. ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ മാറ്റിയേ നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റില്ല. എനിക്ക് കൂടുതൽ സ്ഥാനം വരാം. എനിക്ക് MP ഒന്നും വേണ്ട. എനിക്ക് ലോകം ഭരിക്കണം. നരേന്ദ്രമോദിയുടെ അടുത്ത അന്യായിയായിട്ട് പറ്റുമോ? എനിക്ക് നിങ്ങൾ അടുത്ത ഞങ്ങള് മിസോറാം ഗവർണറാക്കാം. ഇവിടെ ഒരുപാട് അനാവശ്യ കമന്റുകൾ വരുന്നുണ്ട്. മിസ്റ്റർ PT ജാഫർ വൈകിട്ട് ചിരിക്കുന്നുണ്ട്. എനിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ധൈര്യമുണ്ട് PT ജാഫറിനോട് മോഹിനിയാട്ടം കളിക്കാൻ PT ജാഫർ വെല്ലുവിളിച്ചിട്ടുണ്ട്. ലൈവിൽ കയറി വാ, ഒന്ന് കാണിച്ചു തരാം. നിന്നെ കളിക്ക് ഞാനൊന്ന് കാണിച്ചു തരാടോ. കലാമണ്ഡല സത്യഭാമ ആരാണെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇത്രയും തീട്ടവർത്തനം പറഞ്ഞ് നിങ്ങൾക്ക് ആരാണ് സത്യഭാമ കേട്ടത്? കലാമണ്ഡല സത്യഭാമ എന്റെ അപ്പനെ കലാമണ്ഡലം തീട്ടഭാമ അതാണ്. നീ എന്റെ പേരിട്ട് എന്റെ അപ്പനെ അമ്മേനെ പറയാറായോടി? അപ്പനമ്മേനെ പറഞ്ഞല്ലോ. നിങ്ങളുടെ പേരേ ഫ്ലോപ്പ്. തീട്ടഭാമ. നിങ്ങൾ കലാമണ്ഡലം തീട്ടഭാമ എന്നറിയപ്പെടും. അസത്യഭാമ. പറ, അസത്യഭാമ. മര്യാദയ്ക്ക് എന്റെ പേര് ഉച്ചരിക്കാമെങ്കിൽ മാത്രം എന്റെ വീടിന്റെ പടിയിൽ നിന്നാ മതി. എന്നോട് സംസാരിക്കാനായിട്ടില്ല. മനസ്സിലായോ? നിങ്ങളോട് സംസാരിക്കാൻ നമ്മുടെ ക്വാളിറ്റി പോവും. അത്രയും ഊളത്തരം നാറി പുഴുത്ത ശവമേ. ഇപ്പൊ ശവത്തിനൊക്കെ ഇതിനേക്കാളും ക്വാളിറ്റി ഉണ്ട്. ശവം എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും നല്ലൊരു മനുഷ്യൻ മനസ്സിലായിരിക്കല്ലോ. ഇതൊക്കെ എന്ത് ക്വാളിറ്റി? എന്നാൽ നിങ്ങളുടെ അടുത്ത് ഇനി ഒരാളെ പിള്ളേരെ പഠിപ്പിക്കാൻ വിടൂല കേട്ടോ. പിള്ളേരൊന്നും പഠിപ്പിക്കാൻ വിടില്ല. നിൽക്കുന്ന പിള്ളേരെ കാണിച്ചതാ. എന്റെ വീട്ടിലെ വരുന്ന പിള്ളേരെ ഞാൻ എന്ന് ആട്ടും. അതറിയാവോ? ഇരിക്കണെന്ന് പറയും. തറയിലാ ഇരിക്കുന്നത്. എന്റെ മുന്നിൽ എല്ലാരും തലകുത്തനെ നിൽക്കും. അറിയാവോ? ഞാൻ പറയുന്ന കഴിച്ചിട്ട് പോകും. തറയിലാ ഞാൻ ഭക്ഷണം കൊടുക്കുന്നത്. ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകും. അറിയാവോ നിങ്ങക്ക്? എന്റെ ചുറ്റിലും പിള്ളേർ ക്യൂ. നിങ്ങളുടെ സ്വപ്നം. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത്. ഞാൻ എല്ലാവരെയും പണ്ട് ഞാൻ ഈ അസത്യഭാമയായിരുന്നു. ഞാൻ കോഴ വാങ്ങിക്കുമായിരുന്നു. പക്ഷെ ഞാൻ കോഴ വാങ്ങിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആദ്യമായിട്ട് എല്ലാവരെയും ഇത്തരത്തിലുള്ള പരിപാടിക്ക് പ്രോത്സാഹനം കൊടുത്തത് ആദ്യ കാലഘട്ടത്തിൽ ഞാനായിരുന്നു. അങ്ങനെയാണ് എന്റെ പേര് അസത്യഭാമ എന്നായത്.
അറിയാവോ? ഇപ്പൊ കാണിക്കുന്ന കണ്ടില്ലേ ഓരോരുത്തർ ചെയ്തോണ്ടിരിക്കുന്ന ഈ പരിപാടിക്കൊന്നും നമ്മളെ കിട്ടത്തൊന്നുമില്ല. മനസ്സിലായോ? മനസ്സിലായോ? ഈ ആർഎൽവിയൊക്കെ ആരാണ്? ആർഎൽവിക്കൊക്കെ എന്ത് കഴിവാണുള്ളത്? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാന്ന് നിങ്ങളുടെ കോൺട്രവേഴ്സി ഉണ്ട്, നിങ്ങൾ ആരാ നമുക്ക് മനസ്സിലായി. ആർഎൽവിനൊക്കെ പണ്ടേ അറിയാം. നിങ്ങൾ ആരാണ്? ഒരു ആർഎൽവി വേണ്ടി വന്നല്ലേ എന്നെ നിങ്ങൾക്ക് അറിയിച്ചു തരാൻ? കലാമണ്ഡലം അസത്യഭാമയാണെന്ന് കാണിച്ചു തരാൻ ഒരു ആർഎൽവി വേണ്ടി വന്നോ? ഓ അങ്ങനെ വേണ്ടി വന്നു. നിങ്ങൾക്ക് വല്ല കഴിവുണ്ടോ? എന്റെ ഒരു കുറച്ചിലെ 65 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്റെ പേര് ഈ പ്രായത്തിലാണ് ഒരു ആർഎൽവി വന്ന് ഹിറ്റാക്കിയത്. എന്താ ഇത്? നിങ്ങൾക്ക് ബോധ വിവരം ഉണ്ടെ ഹിറ്റാവും. നിങ്ങൾക്ക് ബോധ വിവരം ഇല്ലല്ലോ. അല്ല നിങ്ങൾ ഇതിനു മുമ്പേ സംഘികളോട് കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ പ്രസ്താവന ഇറക്കുവായിരുന്ന ഹിറ്റായേനെ. ഞാൻ ഇറക്കിയിട്ടാണ് കാണാത്തതാ. ഞാനിപ്പോഴാണ് കാണുന്നത്. നിങ്ങൾ ഈ പ്രസ്താവന ഇറക്കിയിട്ട് പോലും 2 മണിക്കൂർ വേണ്ടി വന്നു നിങ്ങളെ പേരും തപ്പി കണ്ടുപിടിക്കാൻ. എന്നിട്ട് നിങ്ങളെ മനസ്സിലാക്കുക ഒരു മനുഷ്യന് പോലും അറിയത്തില്ല. 100 പേര് സ്റ്റാറ്റസ് കണ്ടുപോലും ആർക്കും അറിയില്ല. 100 പേര് റിപ്ലൈ അയച്ചു ഇതാരാന്ന്. ഞാൻ കണ്ടായിരുന്ന സ്ത്രീയെ. നിങ്ങൾ പല ആളുകളുടെ അക്കൗണ്ടിന്റെ അടിയിൽ പോയി ഇതാരാണ് ഈ അസത്യഭാമ, ഇതാരാണ്, ഇവരെന്താണ്, ഇവരുടെ ക്വാളിഫിക്കേഷൻ, ഇവരുടെ സർട്ടിഫിക്കറ്റ് എവിടെയാ, ഇവർക്ക് ഡോക്ടറേറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് സ്ത്രീ എന്റെ പിറകെ ഇങ്ങനെ നടക്കാൻ? നിങ്ങളും ആയെന്ന് ഇതുപോലെ തീട്ടവർത്താനം പറഞ്ഞാൽ ഞങ്ങൾ ചോദിക്കും. നിങ്ങൾ ഒരാളെയല്ലോ പറഞ്ഞേക്കുന്നേ, നിങ്ങൾ ഒരു സമൂഹത്തെ മൊത്തമല്ലേ പറഞ്ഞേക്കുന്നേ. നിങ്ങൾക്ക് ഭരണഘടന എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് ഭരണഘടന ഞങ്ങളാണ് സമൂഹം. ഞങ്ങളെപ്പോലുള്ള കുടുംബത്തിൽപ്പെടുന്ന സ്ത്രീകളാണ് സമൂഹം, അല്ലാതെ ഇത്തരത്തിൽപ്പെട്ടവരല്ല, ഈ കറുത്ത മനുഷ്യരല്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ഭരണഘടന എന്താ ഭരണഘടന എന്താ? എന്താ ഞാൻ കേട്ടിട്ടില്ല. എന്താ പറഞ്ഞു നിങ്ങളിപ്പോ? ഭരണഘടന അതെന്താ ഞാൻ കേട്ടിട്ടില്ല. അതൊരു പുസ്തകം. അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ജാതി, നിറം, വർണ്ണം അങ്ങനെയൊന്നും ആരെയും വേർതിരിക്കരുത്. അപ്പൊ ഇതിനെതിരെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കെതിരെ കേസ് എടുക്കാം. നിങ്ങൾക്ക് ഉടനെ കേസ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോയി ഇരിക്കുന്നതാണ് നല്ലത്. ഉപദ്രവിക്കോ? പോലീസ് പിടിച്ചോണ്ട് പോകും, അത്രേ ഉള്ളൂ. എന്റെ കയ്യിൽ ശൂലമുണ്ട്. ശൂലം ഇതെന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാ. എന്റെ കുടുംബത്തുള്ളതാ. ഇവിടെ വരുന്ന പോലീസിനൊക്കെ ഞാൻ റെഡിയാക്കും. ആരെങ്കിലും ഇവിടെ എനിക്ക് വെള്ളം ചോദിച്ചോണ്ട് വന്നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. വാ ഇങ്ങോട്ട്, ഇവിടെ നോക്കിക്കോ, ഇങ്ങോട്ട് വായ കാട്ടു തരാം ഞാന്. ഒറ്റ ഞാൻ പറയാതെ എന്റെ കുടുംബത്തിനകത്ത് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിന്റെ മൈക്കും അടിച്ചു പൊട്ടിക്കും, ഞാൻ ക്യാമറ അടിച്ചു പൊട്ടിക്കും, എല്ലാം അടിച്ചു പൊട്ടിക്കും. കേട്ടല്ലോ? ഒരുത്തി രാവിലെ എന്റെ ഫോൺ വിളിച്ചേക്കുന്നു. മാഡം, നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? എല്ലാവരും നിങ്ങളെ വിമർശിക്കുന്നുണ്ടല്ലോ എന്ന്. എന്നിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിനകത്ത് വലിഞ്ഞു കയറി വന്നിട്ട് എന്നോട് ആവശ്യമില്ലാത്ത കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്താ അവരെയൊക്കെ വിചാരം? ഇവരാണ് എനിക്ക് ചെലവിന് തരുന്നത്? നിങ്ങളെ പോലെയുള്ള കുറെ സ്ത്രീകളും കുറെ മൈനോറിറ്റി മനുഷ്യരും കുറച്ച് കറുത്ത മനുഷ്യരെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്തെന്ന് വിചാരിച്ചത്? ഞങ്ങളെ പോലുള്ള ഭൂരിപക്ഷത്തെ ഇവിടെ നോക്കിക്കാന്ന ശൂലം വെച്ചിട്ട് ഞാൻ കുരിശ് വയ്ക്കും പോലെ ആക്കും. കേട്ടല്ല? എന്റെ സ്വഭാവം ഇടാത്തല്ല. പണ്ട് നിങ്ങൾ വിചാരിച്ച് കുറെ ആൾക്കാരെ ഇങ്ങനെ ഒപ്രസാക്കി വെക്കാം, ചവിട്ടി താത്തി വെക്കാം. അതൊക്കെ പണ്ട്. നിങ്ങളുടെ ആ ഒരു മനോഭാവം ഒന്നും ഇന്ന് ഇവിടെ നേരത്തില്ല. വേണമെങ്കിൽ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി ഏതെങ്കിലും BJP പാർട്ടി ഓഫീസിൽ പോയിരുന്ന് പറഞ്ഞോളൂ. അല്ലാതെ പഠിച്ചുകൊണ്ടിരുന്നത് കൗടിയാറിലത്തെ കൊട്ടാരത്തിലെ തമ്പുരാട്ടി കഴിഞ്ഞാൽ ഞാനാണ് എടുത്തത്. എനിക്ക് ആടണ കസേരയുണ്ട്, അറിയാവോ? ഞാനിരുന്ന് ആടി ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആടുന്ന കസേര എവിടെ വേണമെങ്കിലും പറയതാ മതി. ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരുന്നാ മതി. എന്റെ മുടി കണ്ടോ? ഇതുപോലെ ഉണ്ടോ 65-ാമത്തെ വയസ്സിലോ ആർക്കെങ്കിലും മുടി? അതായിരിക്കും. ഈ മുടിയോട് കൂടി ഇന്നത്തെ പരിപാടി ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ടാറ്റ ബൈ ബൈ. കാണാം, നമുക്ക് കാണാം.